ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളിത് ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, എന്നാൽ നല്ല സിമ്പിളാണ് കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് ചോറിൻ്റെ അളവ് കൂട്ടൊക്കെ ചെയ്യട്ടോ. 1 കപ്പോ 2 കപ്പോ എത്രയാണെന്ന് വെച്ചാൽ ആക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു കോരിക്ക് 1.5 കോരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. മിക്സിയിലിട്ടിക്കാണ്ട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള, ഒരു ചെറിയ സവാളയാണ് കേട്ടോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് കൈ വെച്ചൊന്ന് തിരുമ്പിയതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ, ഒന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കുക. നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സവാളൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് നിങ്ങൾ എരിവിന് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം കടലമാവാണ് കേട്ടോ. കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കടലമാവും 2 ടേബിൾ സ്പൂൺ തന്നെ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കായപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി കായപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാർ കായ ഉണ്ടല്ലോ, അത് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മാത്രം, ആവശ്യത്തിന് കൂടുതലായിട്ട് ഒഴിക്കരുത് കേട്ടോ, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് ഒന്ന് എല്ലാം പാടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. കാരണം ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാനുള്ളതുകൊണ്ട് ചിലപ്പോൾ ലൂസായിട്ട് പോവും. അതുകൊണ്ടാണ് കുറച്ച് മാത്രം ആക്കിയിട്ട് നല്ലൊരു തിക്കായിട്ട് തന്നെ എടുക്കുക കേട്ടോ. തിക്ക് ബാറ്ററായിട്ട് തന്നെ ആക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിത് നേരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചായിട്ട് ചെറുതായി നുള്ളി ഇടുക എന്ന് പറയില്ലേ, അങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ കേട്ടോ. ഒന്ന് കളർ മാറി വരുമ്പോൾ നല്ല മുരിഞ്ഞിട്ടുള്ളൊരു കളറാകുമ്പോൾ നമ്മളത് എടുത്ത് മാറ്റുക കേട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത്, കാരണം ഇതിൻ്റെ ഉള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. കാരണം നൈസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ അത്രയുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. അതുപോലെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇത് ചോറുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു കെച്ചപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സെറ്റായിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.